പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ചെറുതെങ്കിലും ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് ഇവിടെ ഈ പ്രോഗ്രാം ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇസ്ലേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ജോർജ് മുത്തോലിയാണ്. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് 15ാം വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ മേഴ്സി മാണി അവറുകളാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇത് ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരെ എങ്ങനെ കൃഷിക്കാർക്ക് അഗ്രി ടൂറിസം വഴി വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പം നമ്മളെ ടാപ്പ് ചെയ്യപ്പെടാത്ത കണ്ടെത്താത്ത നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം മേഖലകളിലെ എങ്ങനെ വിപുലീകരിച്ച് ഒരു നല്ല ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റാം. കേരളത്തിന്റെ ഭാവി വരുമാനം, ഭാവി പ്രതിഷ്ഠ എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. അത്ര മനോഹരമായ വൈവിധ്യം നിറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ദേശീയ നയങ്ങളിലൊന്നാണ് അഗ്രി ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ ചെയർമാൻ പുതിയ പദ്ധതികളൊക്കെ ഇതിൻ്റെ അകത്ത് പ്രഖ്യാപിക്കും. കേരളത്തിന് വളരെ മാതൃകയാകേണ്ട ഒത്തിരി നല്ല പദ്ധതികൾ കിസാൻ സർവീസ് സൊസൈറ്റി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുള്ളിയുടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയും. നമ്മളൊരു ഐഡിയ പറഞ്ഞാൽ, അതായത് ഞങ്ങള് ഒരു 10-30 വർഷത്തെ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അഡ്വക്കേറ്റ് ജോസഫ് ജോർജ് മുത്തോലി. അതായത് മറ്റ് ക്ലബ്ബുകളിലാണെങ്കിലും മറ്റ് സംഘടനകളാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഏതൊരു നല്ല കാര്യം പറഞ്ഞാൽ അതിന്റെ മുൻപന്തിയിൽ കൈമെയ് മറന്ന് പ്രവർത്തിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ജോസഫ് ജോർജ് മുത്തോലി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സന്നദ്ധ പ്രവർത്തനമാണ്. ജോസിനെ പോലെയുള്ള ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ കാണാനും അത് പ്രാവർത്തികമാക്കാനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഭരണതലത്തിരിക്കുന്നവർക്കും കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും പ്രിയപ്പെട്ട ശ്രീ ടി എൻ ജോസ് സ്റ്റൈലിനെ എവരുടെയും പേര് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മറ്റൊരു കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട അംഗമാണ് മേഴ്സി മാണി. അതായത് നമ്മൾ ഫ്ലോറിസ്റ്റ എന്ന് പറയുന്ന ഒരു പുഷ്പകൃഷിയുടെ കൂട്ടായ്മയുണ്ട് ഇവിടെ. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ്. നമ്മൾ പലരും മേഴ്സിയുടെ കൃഷിയിടം അല്ലെങ്കിൽ വീടുകളൊക്കെ പോയി നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് മാണിച്ചനും മേഴ്സിയും കൂടിയിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. നാട്ടിലെല്ലാം ഒന്നായ ശ്രീ മുരളീധരൻ ചിറ്റാരിക്കാലിലെ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. CDയുടെ ട്രഷറർ കൂടിയായ ശ്രീ മുരളീധരൻ അവറുകൾ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുതന്നെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മികച്ച ജൈവ കർഷകനാണ് മാമൻ ചേട്ടൻ. ഞാൻ ജോയിച്ചേട്ടനോട് പറയാതെ ഈ മരങ്ങളിലെല്ലാം പുള്ളി അതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മലയാളം പേര് കൂടി അല്ല, മലയാളം പേരിന്റെ കൂടെ തന്നെ അതിന്റെ ശാസ്ത്രീയ നാമം കൂടി എഴുതി വെച്ചാൽ നന്നായിരിക്കും. കാരണം ഒരു വിദേശി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇംഗ്ലീഷിൽ ഇത് മനസ്സിലായി ഇത് ഇന്നതാണ് അതിന്റെ പേര്, അതിന്റെ മലയാളം പേരും കൂടെ ഒന്ന് എഴുതി. ഓസ്റ്റിനാണ് ഇപ്പൊ നമ്മുടെ വീഡിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസ്റ്റിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ കൂട്ടായ്മ തുടങ്ങുമ്പോൾ വലിയൊരു പ്രതികരണമാണ് എല്ലാ ആളുകളിൽ നിന്നും ഉണ്ടായിരുന്നുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം നിറഞ്ഞ ഹൃദയത്തോടെ ഇതിനോട് സഹകരിച്ചു. ഞാൻ ഇതിന്റെ യുവാക്കൾ നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും ആദ്യം വന്നുവിട്ട എല്ലാ യുവാക്കളും വളരെ ആവേശത്തോടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാടിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ കർഷകർക്കും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഇസ്ലേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, പഞ്ചായത്ത് മെമ്പർ മേഴ്സി മാഡം, CDAയുടെ ജനറൽ സെക്രട്ടറി മുരളീധരൻ, ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ സെബാസ്റ്റ്യൻ കോട്ടയിൽ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സ്വാഗതം ആശംസിച്ച കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ദേശീയ വൈസ് ചെയർമാൻ റെനി ജേക്കബ്, നമുക്കിന്നിവിടെ ആതിഥേയത്വം അരുളുന്ന ഈ കയാമക്കൽ ഫാമിൻ്റെ ഉടമ ജൈവ കർഷക അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ മാമച്ചൻ കയാമക്കൽ, CDAയുടെ വൈസ് പ്രസിഡന്റ് ജോസുകുട്ടി, ഫിനാൻസ് മാനേജർ ബെന്നി കണ്ടത്തേങ്കര, അതുപോലെ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ഓസ്റ്റിൻ, മറ്റ് പ്രിയപ്പെട്ട CDAയുടെയും കിസാൻ സർവീസ് സൊസൈറ്റിയുടെയും പ്രിയപ്പെട്ട മെമ്പർമാരെ, ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിതാക്കളായി എത്തിയിരിക്കുന്ന ബഹുമാന്യരെ, വളരെ സന്തോഷമുണ്ട്. രാവിലെ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 2 ദിവസത്തെ പഠനയാത്ര ആരംഭിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെയും തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളെയും തിരിച്ചറിയുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. ഈസ്റ്റലേരിയും അതുപോലെ ചെറുപുഴ പഞ്ചായത്തും വെസ്റ്റലേരി പഞ്ചായത്തും നമ്മുടെ വളാൽ പഞ്ചായത്തും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗ്രാമീണ പഠന യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റലേരിയോട് ചേർന്ന് കിടക്കുന്ന പുഴയും മാലോം പുഴയും ചെറുപുഴ പുഴയും വെസ്റ്റലേരിയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന CDAയുടെ ചെയർമാൻ
ഗ്രാമപഞ്ചായത്തിലെ എൻ്റെ സഹപ്രവർത്തക മേഴ്സി മാണി, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സെക്രട്ടറി മുരളീധരൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച റിനി, ശ്രീ കെ സി സെബാസ്റ്റ്യൻ, മാമച്ചൻ, ഓസ്റ്റിൻ അടക്കം ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഗ്രാമീണ ടൂറിസം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു വ്യവസായമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോസഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും ഒത്തുചേർന്ന് ഒന്നിച്ചു നിന്നാൽ ഈസ്റ്റലേരിയെ ഒരു ടൂറിസം ഹബ്ബായി മാറ്റാൻ സാധിക്കും എന്നുള്ളത് സംശയമില്ല. ഞാൻ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു, മഴയായതൊന്നും നടന്നില്ല. അതുമായി ബന്ധപ്പെട്ട ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഈസ്റ്റലേരിയയിൽ ഒതുക്കരുത്, ഇവിടെയും കുറേ സംരംഭങ്ങളും കുറേ നല്ല ടൂറിസം ഫാമും ഒക്കെ ഉണ്ട്, അതുകൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഈസ്റ്റലേരി, വളാല്, വെസ്റ്റലേരി, ചെറുപുഴ പഞ്ചായത്തുകളെ ഒന്നിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ട്രയൽ റൺ മാത്രമാണ് ഇത് നടത്തുന്നത് എന്ന്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒട്ടനവധി സാധ്യതകളുണ്ട്. സ്വാഭാവിക ടൂറിസം സാധ്യതകളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് ഒരു ടൂറിസം ഹബ്ബായി നമ്മൾ ഈ പ്രദേശത്തെ മാറ്റുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയുണ്ടാവും. അതുപോലെ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ നമ്മളൊരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ വക ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഒരു പാർക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനമോ ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതിയാണ്. അതിന് 50 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കും. അത് ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അതിനുള്ള തീരുമാനവും അതിനുള്ള എഴുത്തുകുത്തുകളും നടത്തിവെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, CDIയുടെ ചെയർമാൻ ജോസ് തയ്യിൽ, സെബാസ്റ്റ്യൻ മാഷ്, മുരളിയേട്ടൻ, റിനി, മാമച്ചൻ ചേട്ടൻ, സ്നേഹമുള്ളവരെ, ഈ പഠനയാത്രയുടെ പ്രധാന ലക്ഷ്യം ടൂറിസം മേഖലയിലെ പ്രവർത്തന രീതികൾ, വിപണി സാധ്യതകൾ, വിനോദസഞ്ചാരികൾക്കായുള്ള സേവനങ്ങൾ, ഗൈഡ് സേവനങ്ങൾ, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയവ നേരിൽ പഠിച്ച ഒരു ടൂറിസം ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് നമ്മുടെ ഈസ്റ്റലേരിയെ ഒരു ടൂറിസം മേഖലയാക്കി തീർക്കുക എന്നുള്ളത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ഇന്നത്തെ ഈ പഠനയാത്ര എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. CDIയുടെ ചെയർമാനും കിസാൻ സർവീസ് സൊസൈറ്റിയുടെ SCA ചെയർമാനായ ജോസ്, ഇന്നത്തെ ഈ യോഗത്തിന്, ഇന്നത്തെ നമ്മുടെ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് കടന്നു നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, റെനി, സെബാസ്റ്റ്യൻ സാർ, പഞ്ചായത്ത് മെമ്പർ മേഴ്സി, മറ്റ് പ്രിയപ്പെട്ടവർ, വളരെ അഭിമാനത്തോടുകൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ടൂറിസത്തിന് സാധ്യതയുണ്ടെന്നും അത് മറ്റുള്ളവരെ അറിയിക്കുവാൻ നമുക്ക് ബോധ്യപ്പെടുവാനുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ ഇന്നത്തെ ഈ 2 ദിവസമായിട്ട് നടത്തുന്ന പ്രോഗ്രാം. അപ്പം ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ മാമഞ്ചേരൻ്റെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് നമ്മുടെ കാവുങ്കലെ കുട്ടിഞ്ചേരന്. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ തേൻ വിപണന ശൃംഖലയുടെ ഒരു കേന്ദ്രം ചിറ്റാരിക്കാലായിരുന്നു. എല്ലാം പ്രഗത്ഭമതികളായ ആളുകളാണ്. ഓരോ മേഖലയിലും, കാർഷിക മേഖലയിലും, ബിസിനസ് രംഗത്തും, ടെക്നിക്കലായിട്ടുള്ള മേഖലകളിലുള്ള ഓരോരുത്തരും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടവർ, ആരും മോശക്കാരല്ല. ഇത്രയും നല്ല പ്രതിഭകളും നല്ല നേതാക്കളും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് അതിന് രാഷ്ട്രീയത്തിനോ മതത്തിനോ അതീതമായി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നൊരു സംഗമമാണ്. അപ്പോൾ ഈ പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റെബിനാണ് ഗ്രീൻ ട്രെയിൽസ്, എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ പച്ചപ്പാതകൾ എന്നുള്ള ആ പേര് നിർദ്ദേശിച്ച കുറേ 10-20ഓളം പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. സ്റ്റെബിൻ ഒന്നും ഇങ്ങോട്ട് കയറി വരണം. ഒരു നല്ല കൈയോടുകൂടി സ്വീകരിക്കാം. നാളെ സമാപന സമ്മേളനത്തിൽ വെച്ചിട്ട് സ്റ്റെബിനുള്ള ആദരവും സമ്മാനങ്ങളും കൊടുക്കുന്നതാണ്. നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടി സ്റ്റെബിനൊന്ന് കയറി വരണം. അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ ഇതിന് എല്ലാവിധ സൗകര്യങ്ങളും തുടക്കം മാമൻചേട്ടൻ്റെ ഈ കാർഷിക ഫാമിൽ നിന്നാണ്. ഇത് വന്നു കയറുമ്പോൾ നമുക്ക് ഇവിടെ ഒത്തിരി സാധനങ്ങളും കൃഷികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഇതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. പിന്നെ ഇന്നത്തെ ചടങ്ങിന് ഔപചാരികമായിട്ട് നന്ദിയോടെ പറയുകയാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറ്റിവെച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയാണ്. എന്ത് കാര്യത്തിനും പഞ്ചായത്തിലായാലും അല്ലാതെയും ചെന്ന് കഴിഞ്ഞാൽ KSSുമായിട്ട് ബന്ധവും CDI ബന്ധപ്പെട്ട നമ്മുടെ ഏത് കാര്യത്തിൽ നിന്ന പ്രിയപ്പെട്ട വക്കീലാണ്. എല്ലാവരുടെയും പേരിൽ നല്ല കൈയ്യോടുകൂടി. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ നമ്മുടെ ഭാഗം തന്നെയാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഒത്തിരി നല്ല ഭാവനകൾ നമ്മുടെ ഗ്രാമ കാഴ്ചകളെക്കുറിച്ചും ഗ്രാമീണത്തിലെ
നടപ്പാതകളെക്കുറിച്ചും എങ്ങനെ വരണമെന്ന് നല്ല ഐഡിയ ഉണ്ട്. അതൊക്കെ വരും കാലത്ത് നമ്മുടെ ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ നടപ്പാകാനുള്ള ശുഭപ്രതീക്ഷ നമ്മുടെ മെമ്പർക്കുണ്ട്. അതിനുള്ള എല്ലാ അവസരങ്ങളും വന്നു ചേരുന്നുണ്ട്. മെമ്പർക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ CDയുടെ സെക്രട്ടറി മുരളിച്ചേട്ടനാണ്. അപ്പോൾ അവിടെ കൈവച്ചിടത്തെല്ലാം ദൈവാനുഗ്രഹത്തോടെ അതെല്ലാം വിജയിക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം ജോസിന് കിട്ടുന്നത്. ഞങ്ങൾ മെഷീനിലേക്ക് തുടങ്ങിയതാണ്. 10-40 വർഷമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ജോസിന് എല്ലാവരുടെയും പേരിൽ കൃത്യമായി നന്ദി രേഖപ്പെടുന്നു. പ്രിയപ്പെട്ട മാമൻചേട്ടന് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ആക്കി തന്നതിന് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ റെനി ഞങ്ങളാണ് ഈ പദ്ധതികൾ ഒരുമിച്ച് ചേരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല. എവിടെയൊക്കെ ചെറിയ കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടേതായി ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നതായിട്ട് അത് കണ്ട് ക്ഷമിക്കുക. കാട്ടുപന്നിയെ ഓടിക്കുന്ന ഉപകരണമാണ്. 30 സെക്കൻഡ് അടിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി. അത് കഴിഞ്ഞ് തന്നെ കെട്ടാവും. പിന്നെ കുറെ ഓക്കെ 15 മീറ്ററിനുള്ളിൽ 15 നമ്മൾ ഓണാക്കി വെച്ച് ഓണാക്കി വെച്ചിട്ട് പോയി ആദ്യം കുറച്ച് അടിച്ചു കഴിഞ്ഞ് ഓഫാവും. പിന്നെ ഇതിന്റെ 15 മിനിറ്റ് ചുറ്റളവില് മുദ്ര പട്ടിയോ എന്ത് വന്നാലും അന്നേരം അടിക്കണം. 30 സെക്കൻഡ് അടിക്കും. 30 സെക്കൻഡ് പിന്നെ കെട്ടാവും. പന്നിയലിയോ അങ്ങനെ വന്നാലും അടിക്കുന്ന രാത്രി പറഞ്ഞു കൊണ്ട് വെച്ചിട്ട് എപ്പോഴും അടിക്കില്ല. അത് ശരി. കിട്ടുന്നില്ല അങ്ങനെ ഇതിന്റെ അകത്ത് തന്നെ ഇത് ക്രോസ് ചെയ്താണല്ലോ അപ്പുറത്ത് കൂടെ പോക്കാം പിന്നെ ഓ ഞാൻ ആ പാടെ 60 എണ്ണത്തിനെ മേടിച്ചിട്ടുള്ളൂ അപ്പുറത്ത് നോക്കാം അവർ പോകാൻ വേണ്ടി ചെറിയ പറ്റും നിങ്ങൾ അപ്പുറം കയറി പിടിക്കണം കേട്ടോ പുറയിലുണ്ട് വന്നിട്ട് നിങ്ങൾ ഇതിനെത്ര പ്രായം ഉണ്ടാവും? 7-8 മാസമായി. നല്ല വളരുന്ന തീറ്റ ഇവർക്ക് ഒരുമിച്ചിടാൻ മത്സ്യകൃഷി വിളവെടുപ്പ് ഫുള്ള് കിട്ടിയില്ല. ഒറ്റപ്പൊക്കി പിടിച്ചോ. മീൻപിടുത്തം
നട്ടർ 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 ചട്ടമല പള്ളിയുടെ മുറ്റത്ത് നിന്നുള്ള സീനാണ് ഈ കാണുന്നത്. ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇവിടെ കറക്കാൻ പറ്റിയല്ല. വരാം വരാം വരാം. പ്രിയമുള്ളവരെ, ചട്ടമല ഒരു മരിയൻ ജവമാല തീർത്ഥാടന കേന്ദ്രമാണ്. 2010 മുതൽ ഇവിടെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും മര്യഭക്തിയിൽ വളരുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. മാത്രമല്ല, ഇത് വളരെ പ്രകൃതി സൗന്ദര്യം കൊണ്ടും അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ്. ഒരു ദൈവം തൊട്ട മണ്ണെന്ന് പറയുന്ന പോലെ അനുഗ്രഹീതമായ ഒരു മണ്ണാണ്. നല്ല ട്രക്കിങ്ങുള്ള സൗകര്യങ്ങൾ, അതിനൊക്കെ നല്ല കാലാവസ്ഥ. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിലും കോടമഞ്ഞും നല്ല തണുപ്പുമൊക്കെയുള്ള നമ്മുടെ ഊട്ടിയെ പോലെ അത്രയും വരില്ലെങ്കിൽ അതുപോലെ മനോഹരമായ ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടും താമസിക്കാൻ സൗകര്യം, നല്ല മനുഷ്യരും നല്ല കാലാവസ്ഥയും നല്ല മണ്ണും വെള്ളവും എല്ലാം കൊണ്ടും ദൈവം തൊട്ട് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം, പ്രത്യേകിച്ച് തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന ആളുകളെല്ലാം ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകമായ അനുഭൂതി അനുഭവപ്പെടുന്നതായിട്ട് സൂചിപ്പിക്കാറുണ്ട്. കാലാകാലങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന വൈദികരെല്ലാവരും, പ്രത്യേകമായിട്ട് ഹോസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ വൈദികരും തീർത്ഥാടനവും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളൊരു അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ നിങ്ങൾ ചട്ടമലയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു ഒരു 10-35 പേരുള്ള ഒരു ടീമാണ്. വളരെ സന്തോഷം നിങ്ങളെ ഈ പള്ളി അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ. സാധാരണ ഇവിടെ വരുന്നത് തീർത്ഥാടകരാണ്. ഇത്തരം ഒരു ആൾക്കൂട്ടം കണ്ടതെല്ലാം തീർത്ഥാടകരാണ്. നിങ്ങൾക്കും നിങ്ങളുടെ സ്വഭാവം മറ്റൊന്നാണെന്ന് അറിയാം. എന്നാലും ചട്ടമലയെ കുറിച്ച് കഴിഞ്ഞ നാളിൽ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ നമ്മൾ കണ്ടൊരു മെസ്സേജ്, ചട്ടമലയിൽ താമസിക്കുന്നവർക്ക് വയസ്സ് കൂടുന്നു. നിങ്ങൾ വായിച്ചോന്ന് എനിക്കറിയത്തില്ല. അത് സ്ഥലപ്പേര് മാറ്റി എല്ലാ സ്ഥലത്തെ കുറിച്ചും ആ മെസ്സേജ് വരുന്നെന്ന് കേട്ടു. അതിനകത്ത് ഒരു സത്യമുള്ളത്, നല്ല നല്ല സ്ഥലമാണ്, നല്ല കാലാവസ്ഥയാണ്. വൈകുന്നേരങ്ങളിൽ മഴക്കാലത്ത് പ്രത്യേകിച്ചും നല്ല കോട നിറയുന്ന ഒരു സ്ഥലമാണിത്. എനിക്കൊന്നും പുറത്തങ്ങനെ അധികം അവർക്ക് അറിയത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആലക്കോട് അവരുടെ നമുക്കറിയാലോ, അവിടുത്തെ വ്യാപാര വ്യവസായക്കാരാണല്ലോ ഈ ഫിലിം സിറ്റി തുടങ്ങിയത്. അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു അവര് കാപ്പിമലയിലെ റിസോർട്ടുകൾ ആരംഭിക്കുന്നുണ്ട് ഈ വ്യവസായക്കാര്. അപ്പൊ അങ്ങനെ അവരെന്ത് തുടങ്ങിയിട്ടുണ്ടോ അവിടെ. പക്ഷെ എനിക്ക് തോന്നുകയാണ് ഒരുപക്ഷെ ഈ കാപ്പിമലയേക്കാൾ സുരക്ഷിതമായ സ്ഥലമാണ്. കാപ്പിമല നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉരുൾ ഒരു സ്ഥലമാണ് കാപ്പിമല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞ പൊതുവെ അതിനേക്കാളൊക്കെ ഒത്തിരി നല്ല സ്ഥലം, അതിനേക്കാൾ കാഴ്ചയുള്ള നല്ല മലകളൊക്കെയാണ് ഇവിടെ എനിക്ക് എപ്പോഴും തോന്നാറ്, അവരത് പറഞ്ഞപ്പോൾ മുതൽ. പക്ഷെ ഇതാരും അറിഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു സ്ഥലത്തെ കുറിച്ച്. നിങ്ങളിങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തത് ഒത്തിരി നന്മ ഈ നാടിന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് നല്ല യാത്ര, മടുപ്പ് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇത് ഭംഗിയായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷം. പ്രിയപ്പെട്ട സജി കുഞ്ഞാഞ്ചേട്ടൻ, ചട്ടമലയിലെ ഞങ്ങൾ CDAയുടെയും KSSന്റെയും ഭാഗമായിട്ടുള്ള നമ്മുടെ ഈസ്റ്റലേരി ഫാം ഡെസ്റ്റിനേഷൻ ടൂറിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹത്തിനും ഈ നല്ല സഹകരണത്തിനും ആതിഥേയത്വത്തിനും ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ കൃത്യമായി ചട്ടമലയിലുള്ള വികാരിച്ചനോടും ഇടവക സമൂഹത്തോടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു. ഫാമിലാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഈ പ്രത്യേകിച്ച് യുവാക്കളധികം കൃഷിയിലേക്ക് കടന്നു വരാത്ത സമയത്ത് ഇത്രയും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ് ജോയിച്ചൻ പിടിക്കുപാറ. ജോയിച്ചന് തെങ്ങായിരുന്നു ഇവിടെ ചോദിച്ചാ തെങ്ങായിരുന്നു. ജോയിച്ചന്റെ ഫാദർ ഉള്ള സമയത്ത് കൃഷി ഏറ്റവും കൂടുതൽ തെങ്ങുണ്ടായിരുന്നു. തെങ്ങിന് മഞ്ഞളിപ്പ് രോഗം വന്നു, ഈ ഭാഗത്തെ മുഴുവൻ തെങ്ങും പോയി. മറ്റൊരു വരുമാന മാർഗമായിട്ടാണ് നമ്മൾ ജാതിയെ കണ്ടത്. ഇത് മുഴുവൻ നാടൻ ഇനത്തിൽപ്പെട്ടതാണോ? ഇപ്പൊ ഈ കാലത്ത് ഇഷ്ടംപോലെ ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. ജോയിച്ചന് നാടൻ ഇനങ്ങൾക്ക് ഗുണം എന്നാ ചോദിച്ചാൽ കൂടുതൽ നാടന് അന്ന് കിട്ടിയത് അത് വെച്ചു. പിന്നെ ഇപ്പം വട്ടിയാതി വെക്കുന്നുണ്ട്. ആയുസ് കൂടുതൽ അതായത് ഒരു പരിധി വരെ കായ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല കിട്ടും. ജോയിച്ചന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ, അതായത് നമ്മൾ വാല്യൂ അഡീഷൻ നടത്തി ഏറ്റവും നല്ല ജാതിപത്രി ജാതിക്കായി ഉത്പാദിപ്പിക്കുന്ന ഒരാളാണ് ജോയിച്ചൻ. ഒരു വർഷം ഒരു ഇപ്പോഴത്തെ കണക്കിന് എത്ര രൂപയുടെ 1.5-2 ലക്ഷത്തിനിടയ്ക്കുള്ള വരുമാനം ഇപ്പൊ കിട്ടുന്നുണ്ട്. മറ്റു കൃഷികൾ ഏതൊക്കെയുള്ളത്? റബ്ബർ. അപ്പൊ ഇനി റീപ്ലാന്റ് ചെയ്യുന്ന റബ്ബർ മറിച്ച് കളഞ്ഞിട്ട് അവിടെ എന്താ കൃഷി? വേറെ എന്തെങ്കിലും ജാതി തന്നെ വെക്കും. ജാതി വെക്കും. അപ്പോ ഒരു കൃഷിയിൽ ഏറ്റവും കാലം തുടർന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകുന്ന കർഷകർക്ക് ഏറ്റവും വലിയ ഒരു മാതൃകയാണ് ജോയിച്ചൻ. ജോയിച്ചന് കുടുംബാംഗങ്ങളെ കുറിച്ച് ഒരു 2 വാക്ക്. ചാച്ചനുണ്ട്, അമ്മയുണ്ട്, പിന്നെ
ഭാര്യയുണ്ട്, 3 പിള്ളേരും 3 പേര് പഠിക്കുന്നു. അപ്പൊ അവർക്ക് കൃഷിയിൽ താല്പര്യമുണ്ടോ? ഒരു ഇപ്പം പഠിക്കുമല്ലേ. ഭാര്യയുണ്ട്. ഭാര്യ മേഴ്സിക്ക് കൃഷിയോട് നല്ല താല്പര്യമുണ്ട്. ജോസിന്റെ എല്ലാ കൃഷി ഇതിലും മേഴ്സിയുടെ ഏറ്റവും വലിയൊരു താങ്ങും തണലും പങ്കെടുക്കും. കുട്ടികൾ ഇവിടെ വരുമ്പോൾ നമ്മൾ വരുമ്പോൾ കുട്ടികളൊക്കെ ജാതിക്ക പെറുക്കുന്നതും ജാതിക്ക സംഭരിക്കുന്നതും നമ്മൾ ആളുകൾ കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് എടുക്കുമ്പോൾ അതെല്ലാം ഇവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ജോസിന് ഇസ്ലേരിയിൽ യുവ കൃഷിക്കാർക്ക് ഇടയിലൊരു വലിയ മാതൃകയാണ്. അപ്പോൾ CDAയുടെ പേരിലെല്ലാം ആശംസയും അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മളെ ഈ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എത്തിച്ചേർന്നപ്പോൾ ഈ മലയുടെ മണ്ടയിൽ എത്തിയപ്പോൾ ഒത്തിരി പേര് പറയും തണുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അത്ര മനോഹരമായ ഈ പ്രകൃതി വിഭവത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ നമ്മളെ മനോഹരമായി സ്വീകരിച്ച പ്രിയപ്പെട്ട ജോയിച്ചിനും മേഴ്സിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള നന്ദി ഒത്തിരി സ്ഥലത്തോടെ ആശംസിക്കുകയാണ്. ഒപ്പം VIP ഭക്ഷണമായി കയറിക്കൊണ്ടിരിക്കുന്ന ആ ചെണ്ടക്കപ്പ മുളക് പൊട്ടിച്ചു, അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അത് നമ്മൾ നാവിലുണ്ടാവും. ആ ചെണ്ടക്കപ്പ മുളക് പൊട്ടിച്ചു. അതിന് മുമ്പ് നമുക്ക് ആദ്യം കിട്ടാനായിരുന്നു കുമ്പളപ്പം. ആ കുമ്പളപ്പം ഈ കാലത്ത് പ്രത്യേകിച്ച് ഓഫ് സീസണിൽ ചക്കപ്പഴം ഇല്ലാത്ത സമയത്ത് ഈ സമയത്ത് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കി തന്ന ജോയിച്ചിനെയും മേഴ്സിച്ചേയും എല്ലാവരുടെയും പേരുള്ള നന്ദി.